നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ടും ഒന്ന് രണ്ട് വട്ടം മനഃപൂർവ്വമല്ലാത്ത സാഹചര്യം കൊണ്ട് സമയത്ത് നമസ്കരിക്കാൻ പറ്റാത്ത അസർ, ലുഹർ എന്നിവ മഗ്‌രിബിൻ്റെ സമയത്താണ് നമസ്കരിക്കാൻ സാധിച്ചത്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 18 കിലോമീറ്റർ അപ്പുറം ഉള്ള ഒരു ഓഫീസ് ആവശ്യത്തിന് പോയി. അങ്ങനെ യാത്രയിൽ കമ്പനി വാഹനത്തിലായിരുന്നു യാത്ര. അപ്പോൾ കമ്പനി വാഹനം നിർത്താത്തതുകൊണ്ട് ളുഹറും അസറും നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. മഗ്‌രിബിൻ്റെ സമയത്താണ് അത് നമസ്കരിച്ചത്. ക്രമപ്രകാരം അത് നമസ്കരിച്ചു. വല്ലാത്ത കുറ്റബോധം തോന്നി. വന്നപ്പോൾ അതിലും വല്ല തെറ്റുമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയം ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചു പോകുന്ന, പലരും സംശയമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ കമ്പനി വാഹനത്തിലോ അല്ലെങ്കിൽ പൊതു ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലോ പ്രത്യേകിച്ച് രണ്ട് നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയത്ത് നിർത്താതെ യാത്ര ചെയ്യുന്ന ഇത്തരം ഘട്ടങ്ങളിൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം ഏത് പ്രയാസഘട്ടത്തിലും അനുഷ്ഠിക്കാൻ കഴിയുന്ന ഇബാദത്തുകളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി വാഹനത്തിലാണ് എങ്കിലും നമുക്ക് നമസ്കാരം നിർവഹിക്കാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒന്ന് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കാനുള്ള സ്ഥലം, ഇനി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലം, അതേപോലെ തന്നെ വുളു എടുക്കാനുള്ള ഒരു സാഹചര്യം, വുളു എടുക്കാൻ ഇറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ തയമ്മം ചെയ്യുക എന്നുള്ളത്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി എനിക്ക് അനുവദിക്കപ്പെട്ട റുഖ്സകൾ അഥവാ മതത്തിലെ ഇളവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് നമസ്കരിക്കാൻ ഇറങ്ങാൻ കഴിയില്ല, അവനു വേണ്ടി വാഹനം നിർത്തിക്കൊടുക്കില്ല. ഇതൊരു പ്രയാസഘട്ടം തന്നെയാണ്. കാരണം നിർത്തിക്കൊടുത്താലേ നിന്ന് നമസ്കരിക്കാൻ അയാൾക്ക് കഴിയുള്ളൂ. രണ്ട്, അയാൾക്ക് വുളു എടുക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവൻ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലാണുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ തയമ്മും ചെയ്ത് ഇരുന്ന് അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ്. നിന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, പക്ഷേ ബസ്സിലൊന്നും നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. പലപ്പോഴും ട്രെയിനുകളിലൊക്കെ നിന്ന് നമസ്കരിക്കുന്നതിന് പ്രയാസം ഉണ്ടാകാറില്ല. അഥവാ ആശ്വാസത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ഫ്ലൈറ്റുകളിൽ ഇവിടെയൊക്കെ നിന്ന് നമസ്കരിക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല. എന്നാൽ വാഹനം, ബസ് കരയിലൂടെ യാത്ര ചെയ്യുന്നതാണ്. പലപ്പോഴും ബ്രേക്ക് ഇടും, അതേപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങളുണ്ടാകും, അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിന്ന് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരാൾക്ക് ഇരുന്ന് നമസ്കരിക്കുന്നതിന് വിരോധമില്ല. അതേപോലെ തന്നെ വുളുവെടുക്കാൻ വേണ്ടി അവർ നിർത്താൻ സന്നദ്ധരല്ല എങ്കിൽ ആവശ്യപ്പെടണം, എനിക്കൊന്ന് വുളുവെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആകണം എന്ന് ആവശ്യപ്പെട്ടിട്ട് നിർത്തേണ്ടതാണ്. ഇനി നിർത്തിക്കൊടുക്കുന്നില്ല എങ്കിൽ അവർക്ക് തയമ്മം ചെയ്ത് നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തിൻ്റെ ചോദ്യത്തിലുള്ളത് അങ്ങേയറ്റത്തെ മാനസിക വിഷമമുണ്ട് എന്നാണ്. അങ്ങനെ തന്നെയാണ്. ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ദീനിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ് മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥത. ആ അസ്വസ്ഥത നമുക്ക് നമ്മൾ ചെയ്തു പോയ ആ തെറ്റിന് പ്രായശ്ചിത്തം, അല്ലെങ്കിൽ അതിന് ആത്മാർത്ഥമായ തൗബയും ഇസ്തിഗ്ഫാറും നടത്താനുള്ള പ്രേരകമാകണം. ഇനി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ എടുക്കാവുന്ന ഇളവുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും ആ ഇളവുകൾ എടുത്തുകൊണ്ട് തന്നെക്കൊണ്ടാകുന്ന രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുക. നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയബന്ധിതമായിട്ടാണ് നമസ്കാരം അള്ളാഹു നിർണയിച്ചിട്ടുള്ളത്. അപ്പോൾ ളുഹർ, അസർ, ളുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കണം, അസറിൻ്റെ സമയത്ത് നിസ്കരിക്കണം. സാഹചര്യങ്ങൾ തടസ്സമാണ് എങ്കിൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ സാഹചര്യങ്ങളിൽ ളുഹർ അസറിൻ്റെ സമയത്തേക്കോ അല്ലെങ്കിൽ അസർ ളുഹറിൻ്റെ സമയത്തേക്ക് ഇങ്ങോട്ടൊക്കെ ആക്കി നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് എടുക്കേണ്ടത്. ആദ്യം അതിനുള്ള സാഹചര്യങ്ങളാണ് നോക്കേണ്ടുന്നത്.
എനിക്ക് ഇപ്പോൾ കയറിയാൽ ഞാനിപ്പോൾ 1 മണിക്ക് കയറുകയാണ്, ഈ 1 മണിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു 6 മണി 6:30 എത്താൻ കഴിയുള്ളൂ. സ്വാഭാവികമായി നമ്മുടെ റോട്ടിലുള്ള റഷും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ മുന്നിൽ കാണണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ളുഹറും അസറും കൂടി ഒരുമിച്ച് നമസ്കരിച്ച് കയറുന്നു എന്ന് തീരുമാനിക്കണം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നിട്ടും സാധിച്ചിട്ടില്ല എങ്കിലാണ് അയാൾക്ക് ആ വാഹനത്തിൽ തന്നെ ഈ ഇളവുകൾ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കാം. എങ്കിലും അതിൻ്റെ അടുത്ത സമയത്തേക്ക്, അഥവാ മഗ്‌രിബിൻ്റെ സമയത്തേക്ക് ളുഹറും അസറും ഒരിക്കലും നീട്ടിവെക്കാൻ പാടില്ല. അതൊരു അബദ്ധമാണ്. ആ അബദ്ധത്തിന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതാണ് സുഹൃത്ത് ചെയ്യേണ്ടത്. വല്ലാഹു അലം.